ഹായ് നമസ്കാരം. എൻ്റെ പുതിയൊരു കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ഡിഷാണ്, ഒരു മെഴുക്ക് വരട്ടി. നേരത്തെ എല്ലാം നോൺ വെജിറ്റേറിയൻ ഡിഷസാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം വിചാരിച്ചു ഒരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഒരു സിമ്പിൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഇവിടെ ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഈ വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഉള്ളി, 3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. അതുപോലെ 5 അല്ലി വെളുത്തുള്ളി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ഞാൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും ഒന്ന് കഴുകിയിട്ട് അതിനെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മസാല ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആദ്യമായിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണും, അതുപോലെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ഇടാം, 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ആവശ്യത്തിന്. എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 10 മിനിറ്റ് വെക്കാം. ഞാനിത് 10 മിനിറ്റ് ഒന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ തീ ഒന്ന് വെക്കാം. എന്നിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനൊന്ന് ചെറിയൊരു മീഡിയം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ കനോള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് കനോള ഓയിൽ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇടാൻ പോവാണ്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഈ വെളുത്തുള്ളി ഒരു ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്മെല്ലൊക്കെ നമുക്കിപ്പം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാളയും ഒരു നിറം മാറി വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഈ സവാളയും വെളുത്തുള്ളി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഈ മസാല പുരട്ടിയിട്ട് ഇത് ഇങ്ങ് എണ്ണയിലിട്ട് വറുത്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളി ഉപയോഗിച്ചതന്നേ ഉള്ളൂ. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സവാള വഴണ്ട് വരാനൊരു 3 മിനിറ്റ് എടുക്കും. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് നേരം വെച്ചേക്കാം. മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് അടച്ചു വെച്ചിരിക്കുന്ന ആവിയിൽ തന്നെ ഇരുന്ന് ഇത് വേവുന്നത്. അപ്പം ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് എടുത്ത് ഈ മെഴുക്കുവരട്ടി ഇങ്ങനെ റെഡി ആയിട്ട് വരാൻ വേണ്ടി. അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ആവിയിലുള്ള വെള്ളം കൊണ്ടാണ് ഈ
പൊട്ടറ്റോയും ക്യാരറ്റും വെന്ത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടറ്റോ വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ജസ്റ്റ് തവിയേറ്റൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കാണാം ഇത് വെന്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പൊട്ടറ്റോ ക്യാരറ്റ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ മസാലയൊക്കെ നല്ലതുപോലെ ചേർന്നിട്ട് നല്ല ആ ഉള്ളി ഇട്ടതിൻ്റെ ഒരു നല്ല ടേസ്റ്റും ഉണ്ട്. പരമാവധി ഉള്ളി ഇടാൻ വേണ്ടി ശ്രമിക്കണം. നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഡിഷാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അയക്കണം. അതുപോലെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള ഡിഷസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള സിമ്പിൾ ഡിഷസ് എല്ലാം ഞാൻ ഇടുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.